ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബറാത്ത് സ്പെഷ്യലായിട്ട് 2 തരം കായ്ക്കറീൻ്റെ റെസിപ്പിയും അതുപോലെ ചക്കരച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിടിയിട്ട കായ്ക്കറിയും പിടിയിടാത്ത കായ്ക്കറിയും ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കരച്ചോറുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പിടിക്കായ്ക്കറി റെഡിയാക്കാം. അപ്പോൾ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത അരിപ്പൊടി പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയാണ്. ഒറോട്ടിക്കും പത്തിലിനെല്ലാം എടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിതാ ഇതുപോലൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഉപ്പെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കയ്യിൽ ഉരുട്ടിപ്പിടിക്കാൻ പാകത്തിന് ആക്കിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അരിപ്പൊടി കിട്ടിയിട്ടില്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടി ഇപ്പോൾ ഗൾഫിലായാലും അതുപോലെ നാട്ടിലായാലും പിന്നെ കടയിൽ വാങ്ങിക്കാനെല്ലാം കിട്ടുന്നുണ്ട്, പാക്കറ്റിൽ വരുന്നത്. അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൊടിച്ച അരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങലരി ഉണ്ടാവുമല്ലോ, അത് ചൂടുവെള്ളത്തിൽ 4-5 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം കുറച്ച് കട്ടിയിൽ അരച്ചെടുത്തിട്ട് നിങ്ങൾ ഏത് അരിപ്പൊടിയാണോ യൂസ് ചെയ്യൽ ആ ഒരു അരിപ്പൊടി, ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല, ആ ഒരു അരിപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ഇതുപോലെ കയ്യിൽ ഉരുട്ടിപ്പിടിക്കാൻ പാകത്തിന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സ്റ്റീം ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലെ ഞാനൊരു കഷ്ണം വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വായിൽ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പാത്രത്തിൽ നേരിട്ട് അങ്ങ് ഉരുട്ടിയിട്ട് കൊടുത്താൽ മതി. വായിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അല്പം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ മാവിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയതാക്കി ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കിയാൽ മതി. മുഴുവൻ മാവും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഇത് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം വേവിക്കാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരടുപ്പിൽ കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം. അതിന് ഇതുപോലെ ഒരു കുക്കറിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. എന്നിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, ഇതിൽ നിന്ന് കടിക്കണം. അപ്പോൾ 2 വിസിൽ വന്നാൽ മതി. കടലപ്പരിപ്പും പിടിയൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാനുള്ള അരി ഒന്ന് അരച്ചെടുക്കാം. 1/4 കപ്പ് ജീരകശാല റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത അരിയാണിത്. അത് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ജീരകശാല റൈസോ അല്ലെങ്കിൽ ബസ്മതി റൈസോ നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ജീരകശാല റൈസ് ആകുമ്പോൾ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പോൾ അതേതാണോ ഇഷ്ടം നിങ്ങൾക്ക് അതെടുക്കാം. എന്നിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു കായ്ക്കറി റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1.5 ലിറ്റർ നല്ല ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വലിയ തേങ്ങ ചിരകിയതിലേക്ക് അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തതാണ്. നമുക്ക് ഈ ഒരു കായ്ക്കറീൻ്റെ മിക്സ് നല്ല ലൂസിലാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെ തേങ്ങാപ്പാൽ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള വെള്ളം പോലത്തെ ഇതാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് വെള്ളവും പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം 1 കപ്പ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് വീണ്ടും നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് പിടി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ പിടി നമ്മൾ വേവാനായിട്ട് വെച്ചിട്ട് 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. പിടിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അരിയും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് മിക്സ് ആക്കി എടുത്തത്, അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കുക. എന്നിട്ട് കൈവിടാണ്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. അരി അരച്ചത് ചേർത്തത് കൊണ്ട്
ഇത് ചൂടാവുമ്പോൾ പെട്ടെന്ന് അങ്ങ് തിക്കാവും. അതുകൊണ്ട് കൈവിടാണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. അത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ മറ്റൊരടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം 2 ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതിൽ പഴവും കൂടെ കായ്ക്കറിയാണല്ലോ, അപ്പോൾ കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അത് അവിടുന്ന് വാടിക്കോട്ടെ. ആ ഒരു സമയത്ത് ഇതാ ഇപ്പുറം നോക്കാൻ മറക്കരുത്, മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇല്ലേ പെട്ടെന്ന് അങ്ങ് തിക്കായി പോവും. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് തിക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പിടി ഇട്ട് കൊടുക്കാം. പിടി വേഗം തന്നെ ഇട്ട് കൊടുക്കുക. പിടിയിലേക്ക് ആ ഒരു മധുരവും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പിടി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഇങ്ങനെ തിക്കാവും. അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അടിഭാഗം അങ്ങ് കട്ട കെട്ടിയതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇത് റെഡിയാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇനി ഇതിൽ മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മധുരമൊക്കെ ഇട്ട് കൊടുക്കാം. മധുരമെല്ലാം കണക്കാണ്, കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, കറക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര മധുരം ചേർത്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് പിടിയെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇതാ ചെറുതായിട്ട് കുറച്ചും കൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കുറുകിയിട്ടാകുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹാഫ് വേവായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. നമ്മളിത് കായ്ക്കറി കഴിക്കുന്ന സമയത്ത് ആ ഒരു കടലപ്പരിപ്പെല്ലാം ഇങ്ങനെ കടിക്കാൻ കിട്ടണം, അന്നേരമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് നല്ലോണം വേവാണ്ട് 2 വിസിൽ വരുമ്പോൾ തന്നെ ഓഫാക്കിയിട്ട് എടുക്കുക. കടലപ്പരിപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വാട്ടിയെടുത്ത പഴം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാടിയതിന് ശേഷം അടുപ്പ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കടലപ്പരിപ്പും പഴമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റും കൂടെ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ കായ്ക്കറി റെഡിയായി കിട്ടും. ഒരുപാടങ്ങ് കട്ടിയായി പോകരുത്. ഇനി ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് റെഡിയായിക്കോളും. ഒരുപാടങ്ങ് കട്ടിയായി കഴിഞ്ഞാൽ നമ്മളിത് അടുപ്പ് ഓഫാക്കിയിട്ടും പിന്നെ കുറച്ചൊന്ന് ചൂട് പോകാനായിട്ട് വെക്കും. അപ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് തിക്കാവും. അതുകൊണ്ട് ഇതാ ഈ ഒരു കട്ടിയിലാവുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഇതാണ് കറക്റ്റ്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് അത്യാവശ്യം ചൂട് പോകാനായിട്ട് അടച്ചു വെക്കാം. അങ്ങനെ കായ്ക്കറി നമ്മൾ റെഡിയാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ചൂടൊക്കെ ഇപ്പോൾ അത്യാവശ്യം പോയിട്ടുണ്ട്. ഇതാ വീണ്ടും കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. കണ്ട, ഇതുപോലെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ സർവിങ് പ്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളത് ഓരോ പ്ലേറ്റിൽ ഇതുപോലെ ഇങ്ങനെ സെർവ് ചെയ്ത് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തിക്കായിട്ടാണ് കുടിക്കേണ്ടതെങ്കിൽ കുറച്ചുകൂടെ തിക്കാവും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം. ഓരോരുത്തർക്കും ഇതുപോലെ ഓരോ പ്ലേറ്റിൽ സെർവ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പിടിയിട്ട കായ്ക്കറി ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഈ ഒരു കായ്ക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി പിടിയിടാണ്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി കായ്ക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിടിയിടാത്ത കായ്ക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയും കടലപ്പരിപ്പും വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ജീരകശാല റൈസ് 1/2 കപ്പും അതുപോലെ 1/4 കപ്പ് കടലപ്പരിപ്പുമാണ് എടുത്തിന്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തിയതാണ്. ഒരു 2 മണിക്കൂർ വീതം വെള്ളത്തിൽ കുതിർത്തി വെക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം. അപ്പം കുക്കറിൽ ഇതുപോലെ ഇട്ടിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അപ്പോൾ അത് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങാപ്പാൽ എടുക്കാം. അരി അരക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തേങ്ങാപ്പാൽ എടുക്കുക. അപ്പോൾ 1.5 തേങ്ങ ആണ് ഞാൻ ചിരകി എടുത്തിട്ടുള്ളത്. ഒരു വലിയ തേങ്ങയും പിന്നെ ഒരു ഹാഫ് തേങ്ങയും. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം തേങ്ങാപ്പാൽ എടുക്കുക. ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ജാറാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ പകുതിയായിട്ട് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഞാനിതാ ഒരു അരിപ്പയിലേക്ക് അരച്ചത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി അടിച്ചിട്ട് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം ഞെക്കി പിഴിഞ്ഞ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ ഈ ബാക്കിയുള്ള ആ ഒരു തേങ്ങൻ്റെ ഇതുണ്ടല്ലോ, അരിച്ചതിൻ്റെ ബാക്കിയുള്ളത് ഈ അരിപ്പയിൽ കാണുന്നത്, അതിലേക്ക് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് വീണ്ടും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ അങ്ങനെ ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഞെക്കി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് എത്ര ഉണ്ടെന്ന് ഞാനിത് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് അളന്നിട്ട് പറഞ്ഞുതരാം. ഇനി ഇതേ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ, കഴുകുകയൊന്നും വേണ്ട, നമ്മൾ കുതിർത്തി വെച്ച അരി ഉണ്ടല്ലോ, അത് ആ വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അരി ഇട്ടിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാലും മതി. അരി മുഴുവനും ഇട്ടതിന് ശേഷം അടച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കായ്ക്കറി റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് അരച്ച അരി മുഴുവനും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് അളന്നിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഇതാ 1.5 ലിറ്റർ കറക്റ്റായിട്ടാണ് തേങ്ങാപ്പാൽ ഉള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തേങ്ങാപ്പാലും അരിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ, തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി എടുക്കുക. ഇതുപോലെ പച്ച വെള്ളം പോലെ നല്ല ലൂസായിട്ടാണ് വേണ്ടത്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് കുറുകി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ചൂടാകുമ്പോൾ തന്നെ ഇത് തിക്കായി തുടങ്ങും. അപ്പോൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതാ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇതുപോലെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കുമ്പളകളെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ കുമ്പളകൾ വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവിടാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറച്ചും കൂടെ തിക്കായി വരുമ്പോൾ ഇതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് 2 വിസിൽ വന്നപ്പോൾ ഞാൻ അടുപ്പൊപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഹാഫ് വേവേ ആവണ്ടു, ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. ഇത് കഴിക്കുന്ന സമയത്ത് കടലപ്പരിപ്പ് ഇങ്ങനെ കടിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം വാട്ടിയിട്ടൊന്നുമില്ല, ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നേന്ത്രപ്പഴം ഒരുപാടങ്ങ് വെന്ത് പോകരുത്, ഒരു 1/4 വേവായാലും മതി. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. നേന്ത്രപ്പഴമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുമ്പളകൾ വന്ന് തിളക്കണം, അല്ലെങ്കിൽ ആ ഒരു അരിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കുക. മധുരമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇതിൽ മധുരം കറക്റ്റാണ്, അപ്പോൾ ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നന്നായിട്ട് തിളച്ച് വീണ്ടും കുറുക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ കായ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടച്ചു വെച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടെ ഇതൊന്ന് തിക്കായിക്കോളും. കായ്ക്കറി അത്യാവശ്യം തിക്കെല്ലായി കുറച്ചൊന്ന് ചൂടെല്ലാം പോയതിന് ശേഷം ഇതുപോലെ ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പഴം കട്ട് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വറുത്തത് ഇതുപോലെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിടിയിടാത്ത കായ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിടിയിട്ട കായ്ക്കറിയും പിടിയിടാത്ത കായ്ക്കറിയും 2 റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി പറാത്ത് സ്പെഷ്യൽ ചക്കരച്ചോറ് റെഡിയാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് പറാത്ത് സ്പെഷ്യൽ ചക്കരച്ചോറാണ്. നമ്മൾ കണ്ണൂരുകാരൊക്കെ അധികവും പറാത്തിന് ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ചക്കരച്ചോറ്. ഗോതമ്പ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത ഗോതമ്പാണിത്. ഇത് നമ്മൾ അൽസക്കൊക്കെ എടുക്കുന്ന തൊലിയൊക്കെ കളഞ്ഞു വരുന്ന കുത്തിയ ഗോതമ്പാണ്. ഈ കപ്പിന് 2 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തത്. 250 ml കപ്പിന് 2 കപ്പ്.
ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുതിർത്തിയെടുത്ത ഗോതമ്പ് മുഴുവനും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഗോതമ്പ് മുഴുവനും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തീരെ കുറഞ്ഞു പോകരുത്, കുറച്ച് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ വേവാണ്ട് കട്ടിയായതുപോലെ ആയി പോകും. അതുകൊണ്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ വരേണ്ടി വരും ഗോതമ്പ് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ബാക്കി വേവിക്കുക. അപ്പോൾ ഇതാ ഗോതമ്പ് ഞാൻ 5 വിസിൽ വന്നപ്പോൾ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയപ്പോൾ ഇപ്പോൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഗോതമ്പൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു ചക്കരച്ചോറ് റെഡിയാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കുക. അങ്ങനെ ഗോതമ്പ് മുഴുവനും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഗോതമ്പ് വേവിച്ച ആ കുക്കർ തന്നെ എടുക്കുക. കഴുകിയിട്ടൊന്നുമില്ല, കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് 1 കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് 2 കപ്പല്ല എടുത്തത്, അതേ കപ്പിന് തന്നെ 1 കപ്പ് കടലപ്പരിപ്പ് എടുക്കുക. എന്നിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. കടലപ്പരിപ്പ് ഒരുപാട് വെന്ത് പോകരുത്. നമ്മൾ ഈ ചക്കരച്ചോറ് കഴിക്കുമ്പോൾ അതിങ്ങനെ ഒന്ന് കടിക്കണം. ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2 വിസിൽ വന്നാൽ മതി. പിന്നെ 2 കുക്കറെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് വേവിക്കുന്ന ആ സമയം തന്നെ മറ്റൊരു അടുപ്പിൽ ഇത് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള വെള്ളം ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 300 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. 300 മുതൽ 350 ഗ്രാം വരെ നമുക്ക് ഇതിൽ ചേർക്കാം. 300 ഗ്രാം കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 350 ഗ്രാം ചേർത്തിട്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അങ്ങനെ ശർക്കരയെല്ലാം നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് ഓഫ് ആക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ച ഗോതമ്പുണ്ടല്ലോ, വേവിച്ചെടുത്ത ഗോതമ്പിലേക്ക് ഇത് അരിച്ചൊഴിച്ച് കൊടുക്കാം. ചൂടോടെ തന്നെ അരിച്ചൊഴിച്ച് കൊടുക്കാം. ചൂട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് അങ്ങനെ കച്ചറയൊന്നും ഇല്ലാത്ത വെല്ലാണ്, അതുകൊണ്ട് തന്നെ ഒരു തവണ അരിച്ചാൽ മതി. കച്ചറയൊക്കെ ഉള്ള വെല്ലാണെങ്കിൽ പിന്നെ നിങ്ങൾ 2-3 പ്രാവശ്യം അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു വലിയ തേങ്ങൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1-ാം പാൽ വേറെ 2-ാം പാൽ വേറെ ഒന്നും വേണ്ട, ഒറ്റൊരു പാലെടുത്താൽ മതി. തേങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം അരിപ്പയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്ത പാലാണിത്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കട്ടകൾ കെട്ടിയ ഗോതമ്പെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ട കെട്ടിയ ഗോതമ്പൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ വേവാനായിട്ട് വെച്ച കടലപ്പരിപ്പുണ്ടല്ലോ. 2 വിസിൽ വന്നപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയപ്പോൾ തുറന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കറക്റ്റാണ് വെന്തത്, ഒരുപാട് വെന്ത് പോയിട്ടുമില്ല, തീരെ വേവാണ്ടും ആയിട്ടില്ല. നമുക്ക് കടിക്കാൻ കിട്ടണം, ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. നല്ലോണം തിളച്ചിട്ട് കുറച്ചൊന്ന് വറ്റണം. അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കുക. തിളക്കാനായിട്ട് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അത് മറക്കരുത്. അങ്ങനെ നല്ലോണം തിളച്ച് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും. ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കുക. അങ്ങനെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം. ഒരുപാട് അങ്ങ് വറ്റിപ്പോകണ്ട, ഈ ഒരു രീതിയിൽ വറ്റിയാൽ മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ഇനി നമ്മൾ അടുപ്പെല്ലാം ഓഫാക്കിയിട്ട് ഇത് കുറച്ചൊന്ന് ചൂടൊക്കെ പോകുമ്പോൾ ഇത് കറക്റ്റ് ആയിക്കോളും. അതുകൊണ്ട് ഈ ഒരു രീതിയിലാവുമ്പോൾ അടുപ്പ് ഓഫാക്കുക. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. അങ്ങനെ ചൂട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ചൂടെല്ലാം പോയിട്ടുണ്ട്. ചെറുതായിട്ട് ചൂട് പോകുമ്പോൾ തന്നെ ഇതുപോലെ അത്യാവശ്യം തിക്കായി കറക്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ കഴിക്കാനാണ് കേട്ടോ എനിക്കെല്ലാം ഇഷ്ടം. കുറച്ചും കൂടെ സമയം നല്ലോണം ചൂട് പോകാനായിട്ട് വെച്ചാൽ വീണ്ടും ഇത് തിക്കാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ലൂസിൽ അടുപ്പ് ഓഫ് ആക്കാൻ. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്കിത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറു ചൂടോടെയാണ് കഴിക്കുന്നതെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കുറച്ച് സമയം വെച്ചിട്ട് ചൂടൊക്കെ പോകുമ്പോൾ ഇത് കുറച്ചും കൂടെ തിക്കാവും. അങ്ങനെയാണ് കഴിക്കുന്നതെങ്കിൽ അങ്ങനെയും കഴിക്കുക.
അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കഴിക്കുക. അപ്പോൾ ഈ 3 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിടിയിട്ട കായ്ക്കറി, പിടിയിടാത്ത കായ്ക്കറി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കരച്ചോറ്, നമ്മൾ കണ്ണൂരുകാരൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇത് 3. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.